അപ്പൊ ഫിസിക്കലായിട്ട് അതായത് ആരോഗ്യത്തിലും അത് വളരെ ഗുണകരമായിട്ട് എനിക്ക് ഭവിക്കുന്നുണ്ട്. അതായത് എപ്പോഴും എനിക്കൊരു ഭയമുള്ള ആളാണ് ഞാൻ. നന്നായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് എനിക്ക് കൂടുതൽ മറ്റുള്ള ഭയമുണ്ട്. അപ്പൊ ഞാൻ ഒരു ഭയം എന്താന്നാ, ഇത് കൂടുതൽ ചെയ്താല് എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതായത് അസുഖമൊക്കെ ഇപ്പൊ തൽക്കാലം മാറിയിട്ടുള്ളൂ, അത് തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള ഒരു ഭയം ഉണ്ട്. ചൊറിച്ചിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടി ഒന്ന് കയറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇരുത്തോടുകൂടി ചെയ്യുന്നുണ്ട്. ആയാലും പുറത്തു പോയല്ലേ പറ്റൂ, ഉള്ളിൽ കിടക്കുന്ന വിഷങ്ങൾ പുറത്തു പോയല്ലേ പറ്റൂ, അതിനിതേ ഉള്ളൂ മാർഗം എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഈ മരുന്നുകൾ ചിലപ്പോ അതിനെ അടച്ചു വെക്കുന്ന മരുന്നായിരിക്കാം. രണ്ട് കോൺഫ്ലിക്റ്റ് ആവോ എന്നൊക്കെ മൈൻഡിൽ സംശയം. അങ്ങനെ എന്റെ രോഗം എന്ന് പറഞ്ഞാൽ അത് ഒരു വേദനയോടുകൂടി ഒരിടത്ത് കിടക്കാവുന്നതോ ഇരിക്കാവുന്നതോ ഒന്നും അല്ലല്ലോ. അത് ചൊറിച്ചിലും അസ്വസ്ഥതകളും നമ്മളെ ഒന്നിനും അനുവദിക്കാത്ത ഒരു അസുഖമാണ്. അതുകൊണ്ട് അതിനെ ഇളക്കി വിടാൻ മനസ്സിൽ താല്പര്യമില്ല. അതിനാണ് നമ്മൾ ഈ 15 ദിവസം കൂടുമ്പോ ഒരു ഹെവി ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തോണ്ടാണല്ലോ ഇരിക്കുന്നത്. ആ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് നമ്മളുടെ ദേഹത്ത് സംഭവം എല്ലാം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് പ്രകടമാകാതിരിക്കാൻ അതിനെ തടയുകയാണ്. ചെറിയ കോൺഫ്ലിക്റ്റ് ആവുമെന്നൊക്കെ ഒരു സംശയം ഇല്ലാതില്ല. ചെയ്യുമ്പോഴാണ് അടക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മളിൽ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മളിൽ നമസ്തേ നമ്മളിൽ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ? അതുമായിട്ടുള്ള നമ്മുടെ ബന്ധമില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം. നമ്മുടെ സംശയങ്ങളും ഭയവും ഉത്കണ്ഠയും ഇതെല്ലാം നമ്മളിൽ നൈരന്തര്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷതയുമായിട്ട് നമുക്ക് ബന്ധമില്ലായ്മയാണ് അല്ലേ? ഇത് നമ്മൾ എന്താണ് എനിക്ക് ഭയത്തിൻ്റെ കാരണം എന്താണ്? എന്നിൽ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. അതാണ് എല്ലാവരുടെയും മനപ്രയാസം എന്ന് പറയുന്നത് നൈരന്തര്യതയെ വിട്ടുപോകുന്നതാണ്. അതേ തുടർന്നാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതേ തുടർന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ എന്ത് വന്നാലും എന്തൊക്കെ ബാഹ്യമായിട്ടുള്ള അവസ്ഥ വന്നാലും ആ നൈരന്തര്യമായിട്ടുള്ള ബന്ധം വിടരുത്. അതെ 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 ഇത് വേദനിപ്പിക്കുന്നതാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്, അതൊക്കെയാണ് അല്ല. അപ്പം നമുക്ക് തോന്നും, അപ്പം അല്പനേരം കൊണ്ട് തോന്നും ഇതെല്ലാം ഭയങ്കര കഷ്ടമില്ലായെന്നൊക്കെ തോന്നും. പക്ഷെ അപ്പോഴും യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഉള്ളിലുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അത് ശ്രദ്ധിച്ച് അതുമായിട്ടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുവരുമ്പോൾ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ സാവകാശം മാറിപ്പോയില്ലേ പറ്റത്തുള്ളൂ. കാരണം ആന്തരികമായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥകൾ അതിൻ്റെ സ്വാധീനത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എങ്ങനെയാണ് സംശയം, ഭയം, ഉത്കണ്ഠ അതൊന്നും ഉണ്ടാകാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഭയം, ഉത്കണ്ഠയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ബാഹ്യമായിട്ടുള്ള അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട്. സാവകാശം വളരെ സാവകാശം മതി. ഈ സാവകാശമാണ് എന്തുകൊണ്ട് ഈ സാവകാശം എന്ന് പറയുന്നത്? കാരണം മറ്റേതെല്ലാം നമ്മൾ തിരക്കൂട്ടി ചെയ്തിട്ടുള്ള വേണ്ടാധീനങ്ങളാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തിരക്കൂട്ടി ചെയ്ത പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നവും. കാരണം അത് സമയത്തിൽ വിട്ടുപോയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതെ. സമയം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നോക്കണേ. സമയം എന്ന് പറയുന്നത് അനുഭവത്തെ വിട്ടിട്ട് എനിക്ക്
രമയുടെ വീട്ടിൽ പോകണം, രമയുടെ വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ, പോകാത്തത് കൊണ്ട് ഞാൻ സഫർ ചെയ്യുന്നു. അപ്പം സമയത്തിൻ്റെ ഭാഗത്ത് പെട്ടുപോയി, പിടിയില്ല. രമയുടെ വീട്ടിൽ പോകണം, ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അത് കാലമാണെന്നുള്ള വ്യത്യാസം കൃത്യമായിട്ട് അറിയണം. രമയുടെ വീട്ടിൽ പോവുകയോ രമ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരികയോ കേൾക്കുകയോ, ഇതെല്ലാം കാലത്തിൻ്റെ ഭാഗം. കാലം എങ്ങനെയാണ് എനിക്കത്, കാലം എന്ന് പറയുമ്പോ ഈ സമയം തന്നെയാണ്. അതെ 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 അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതെന്താണ് പറഞ്ഞതെന്ന് കേട്ടില്ലേ, എന്താണ് പറഞ്ഞതെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് കാലമാണ്. അത് അനുഭവിച്ച് മാറ്റുമ്പോഴത്തേക്കും കാലമല്ല ഉണ്ടായി. സങ്കല്പത്തിലോട്ട് പോയി, അപ്പോൾ കാലത്തിലായി. സങ്കല്പത്തിലോട്ട് പോകണമെങ്കിൽ വേറെ ചില കാഴ്ചകൾക്ക് സ്ഥാനം കൊടുക്കണം. അനുഭവത്തിലോട്ട് വരുമ്പോൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം ദഹിപ്പിച്ച് ഫങ്ഷനെ ഡിസ്റപ്റ്റ് ചെയ്താലേ കാലത്തിൻ്റെ ഭാഗത്ത് വിടുള്ളൂ. അതെ അതെ, കാലത്തിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴാണ് നമ്മൾ സഫർ ചെയ്യുന്നത്. പക്ഷെ കാലത്തിൻ്റെ ഭാഗത്ത് ഇതിന് സ്പീഡ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്തോ ആ ഒരു ആക്ടിവിറ്റി, അത് നമ്മുടെ ബോഡിയിൽ മർദ്ദമുള്ളത് കൊണ്ടാണ് ആ ആക്ടിവിറ്റിയിൽ നമ്മൾ വിടുന്നത്. പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന പോലെ തോന്നും. പെട്ടെന്ന് കാര്യങ്ങൾ അതിനോടൊരു താല്പര്യമുണ്ട്, പെട്ടെന്ന് സാധിക്കണം. അതെ. അതുകൂടാതെ നമ്മളിത് കാലത്തിന്റെ ഭാഗത്തല്ലെങ്കിൽ ഇത് ശബ്ദമായി നമ്മളുടെ ചെവിയിൽ വന്നിങ്ങനെ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ വന്ന് പോയിക്കൊണ്ടേയിരിക്കണം. അതെ അനിമിഷം മനസ്സിലാക്കൽ വേണ്ട. അതെ 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 മനസ്സിലാക്കേണ്ട ആശയങ്ങളായിട്ട് മാറെടുക്കും. കേൾക്കുക, അനുഭവിക്കുക, റിസൾട്ട് ഇല്ല. റിസൾട്ട് ഇല്ല, ഒരുമിച്ചിരിക്കുക. അതെയാ, താങ്ക് യു. റിസൾട്ട് കാലത്തിൽ മാത്രമേ ഉള്ളൂ. അതെ 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 റിസൾട്ട് കാലത്തിൻ്റെ ആണ്. കാരണം നമ്മൾ ഇവിടെ മറ്റൊന്നും സൃഷ്ടിക്കാൻ നമുക്ക് അധികാരമില്ല. ഇവിടെ മറ്റൊന്നും സൃഷ്ടിക്കാൻ നമുക്ക് അധികാരമില്ല. നമ്മൾ മറ്റൊന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല. ഇത് വളരെ സിമ്പിളാണ്. നമ്മളെ സൃഷ്ടിച്ചു. നമ്മളെ സൃഷ്ടിക്കാനുള്ള കാരണം അതുമായിട്ട് നമ്മൾ തുടരുക. അതിന് നമ്മൾ വേറെ കുറേ ആശയങ്ങൾ സൃഷ്ടിച്ച് എന്നിട്ട് അതിനെ നിലനിർത്താൻ നോക്കി നമ്മൾ നശിച്ചു പോകുന്നു. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. അതുണ്ടാക്കി ഇതുണ്ടാക്കി വെറുതെ ഒരു കഥയില്ല. വെറുതെ ഇതൊക്കെ ഉണ്ടാക്കി കിടന്ന് പാടുക. എന്നായാലും അവനവനിലേക്ക് തിരിച്ചു വന്നാലേ ഇത് നടക്കുള്ളൂ. അതെ, എത്രയും പെട്ടെന്ന് വന്നാൽ ഇതിങ്ങനെ സാവകാശം മറ്റിടത്ത് ഇൻവെസ്റ്റ് ചെയ്തെടുക്കുന്ന മാറി നമ്മളുടെ ഉള്ളിലോട്ട് ശ്രദ്ധ കൊണ്ടുവരണം. ഈ ശ്രദ്ധ നമ്മുടെ ഉള്ളിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാത്തിനും ഒരൊറ്റ സ്വഭാവം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? ശ്രദ്ധ നമ്മുടെ ഉള്ളിലോട്ട് അനുഭവത്തിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, മനസ്സിലായോ? അനുഭവത്തിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം പലതായിരിക്കും. അപ്പോൾ രണ്ടായി. അതാവുമ്പോൾ ഒരു ഡുവാലിറ്റി വണ്ണസ് എന്ന് പഠിപ്പിക്കുന്നത്. അതെ 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 അവിടെ മൾട്ടിപ്ലൈ ആക്കിയപ്പോഴത്തേക്കും മാനസിക അസ്വസ്ഥത വന്നു. അത് ഇത് മറ്റേത്. പിന്നെ അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അത് വെച്ച് ഓക്കെ മറ്റൊരാൾ എന്നോട് താല്പര്യം പ്രകടിപ്പിച്ചു, ഈ താല്പര്യം പിന്നെ നമുക്ക് കുഴപ്പമായിട്ട് മാറുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സജീവമാകുക. നമ്മൾ സജീവമായി വരുമ്പോൾ സാവകാശം നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ടാകുന്ന ഭാഗമൊക്കെ കാണും. അറ്റൻഷൻ എവിടെയൊക്കെ ഡൈവേർട്ടാകുന്നു, സ്ലോലി അത് തെളിഞ്ഞു ഇത് പക്കയാണ്. ഇതിന് വീട്, കുടുംബജീവിതം ഇതൊക്കെ വിട്ടിട്ട് പോകണം എന്ന് പറയുന്നത് ഒന്നും അങ്ങനെയൊന്നുമില്ല. മനസ്സിലായി? എല്ലാവരും പറയണത് കുടുംബജീവിതം വിട്ടിട്ട് പോകണം, സന്യാസിയാകാൻ പോകണം, ഇങ്ങനെയൊക്കെ കുറേ സങ്കല്പങ്ങൾ. നമ്മൾ ഇപ്പം ശങ്കരാചാര്യ ആരാണ്? ശങ്കരാചാര്യർ. അദ്ദേഹം സ്ത്രീകളെ അനുഭവിക്കാത്തതുകൊണ്ട് അദ്ദേഹം ശരീരം വിട്ട് വേറൊരു ശരീരത്തിൽ ചെന്ന് സ്ത്രീയെ അനുഭവിച്ചു.
ഇതൊന്നും നമ്മൾ തുടരുത്. മനസ്സിലായി? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇതൊക്കെ ശരിയാണോ ശരിയല്ലേ എന്ന് നമ്മുടെ വിഷയമല്ല. ഇങ്ങനെയുള്ള കുറേ കഥകൾ കേട്ടിട്ട് നമ്മളതുപോലെ ഒപ്പിക്കാൻ നോക്കി ഒരാവശ്യമില്ല, ഒരാവശ്യമില്ല. മനസ്സിലായ? നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താണ്, നമ്മളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, അത് തെളിച്ചു കൊണ്ടുവരിക. ഈ ഒപ്പിച്ച് നോക്കുന്നതിൻ്റെ എല്ലാ റീസണും ഇപ്പം ഇരിക്കുന്നിടത്ത് സമാധാനത്തിലിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ ഭാഗത്താണ് ശ്രദ്ധ കൊണ്ടുവരുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുമല്ലോ. അതെ അതെ. ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലേ, പരലോകത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു, സാറിന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? ഞാൻ എൻ്റെ കൂട്ടുകാരൻ അത് വെറൊരു ഫ്രോഡ് സംഭവം, നമ്മളിതൊരു കഥാരൂപത്തിൽ അവതരിപ്പിച്ചതല്ലേ ഉള്ളൂ അല്ലേ. ആൾക്കാർ ഭയങ്കര പെട്ടെന്ന് തെറ്റിദ്ധാരണയിട്ട് പോവുകയും എല്ലാവരും എന്തോ കിട്ടാൻ വേണ്ടി നടക്കുകയാണ്, മിസ്റ്റിക് പവർ. അതെ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നിട്ട് ജനി കാല് താഴെ മുട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ ശരിയാണെന്ന് പരിശോധിക്കാൻ ആൾക്കാർ നടക്കും. അപ്പം മനുഷ്യൻ എത്രത്തോളം അന്ധരാണെന്നുള്ളതാണ്. ലാസ്റ്റ് പിന്നെ ദൈവത്തെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നു. അതെ അതെ അതെ. ഈ മാജിക്കിൻ്റെ ഏറ്റവും വലിയ ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. കാരണം മനസ്സിന് അങ്ങനെ എന്ത് വേണേലും ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റും. മനസ്സിലായി? മനസ്സിന് അങ്ങനെ ഒരുപാട് പറയും. ഓ, ആശ്വാസമല്ലേ ഉള്ളൂ. ഇതിന് വേറെ ഒരു മാർഗ്ഗമില്ലല്ലോ. ഇതിങ്ങനെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ വർക്ക് ചെയ്ത് ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. ശരീരം നല്ല രീതിയിൽ പിക്കപ്പായി. കാരണം ഇന്നാണ് വയറ്റിൽ നിന്ന് പോയത്, മറ്റേ വയറ്റിൽ നിന്ന് പോയിട്ടില്ലായിരുന്നു 2 ദിവസം. വയറ്റിൽ നിന്ന് പോയപ്പോഴത്തേക്ക് നല്ല ഇല്ല, ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ ഇല്ല, രാവിലെ ഇച്ചിരി കഞ്ഞി കുടിച്ച്. ഇന്നലെ ഒരു ചായയും കാപ്പിയും പിന്നെ മുട്ട പുളിച്ച കഴിച്ചത്. അത് ചുടുവെള്ളത്തിൻ്റെ ബാക്കി ചുടുവെള്ളം, ഇപ്പം തണുത്ത വെള്ളം. രാവിലെ ചായ കുടിച്ചോണ്ടിരിക്കുന്നു. ചായ കുറച്ച് ഇത് കുടിച്ചു. വേണ്ട. കേട്ടമ്മ കൊടുക്കണം ചായ. വളരെ ക്ലാരിറ്റിയോട് കൂടി എന്റെ അനുഭവത്തിൽ ഞാൻ പറയും. വിശ്വാസത്തെ വിടുമ്പോഴുള്ള അതെ എന്തോ ഒരു സാധനമുണ്ട്. പക്ഷെ സത്യത്തിൽ നിൽക്കാൻ അങ്ങ് പറഞ്ഞ പോലെ ഈസിയാണ്. വിശ്വാസത്തിൽ ഈസിയല്ല, അത് തെന്നി പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും സത്യത്തില് നിൽക്കുക എന്ന് പറയുമ്പോ പലതും നമ്മൾ ആഹാരം തന്നെ ഞാനിപ്പോ കുറച്ച് അല്ല എനിക്ക് ഇഷ്ടമുള്ളത് പക്ഷെ എന്റെ ബോഡിക്ക് ചേരില്ല എന്ന് ഞാൻ തന്നെ തീരുമാനിച്ച പലതും കഴിച്ച് കഴിഞ്ഞ് ഇന്ന് കാലത്ത് എഴുന്നേക്കുമ്പോ അതെന്ത് ഇനി അത് നിർത്താൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പായി. അതായത് സത്യത്തിന് നിൽക്കുമ്പോ നമുക്ക് ശക്തി ഉണ്ടാവുക. തോന്നുന്നു വെച്ചാൽ വിശ്വാസത്തിൽ നിൽക്കുമ്പോ അതെ അതെ. വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാം തള്ളിക്കൊണ്ടിരിക്കേണ്ടി വരും. പറ്റത്തില്ല, നിർത്താൻ പറ്റത്തില്ല. അതെ അതെ. നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഫിയറാണ് വരാൻ പോണത്. അതെ അതെ. കാരണം റിപ്പീറ്റഡ്ലി ചെയ്തല്ലേ ഈ കാര്യം കുറെ കാലമായിട്ട്. അതെ അതെ അതെ. അതുകൊണ്ടാണ് അതിപ്പോഴും സ്വഭാവത്തിൽ കിടക്കണല്ലേ. ചെയ്തത് കൊണ്ട് ബോഡിയിൽ അത് മെമ്മറിയായി കിടക്കുകയാണ്. പിന്നെ നാവിലെ മെമ്മറി നമ്മളെ ആ രുചിയിലേക്ക് വലിക്കുന്നത് പോലെ. സത്യത്തിൽ നിൽക്കുമ്പോ ഈ സംഭവം ഈസിയാണ്. അതായത് നമുക്ക് ക്ലാരിറ്റി ആണല്ലോ സത്യത്തിൽ. അത് കുറച്ചുകൂടി ഡീപ്പാണ്. സത്യത്തിൽ ശ്രദ്ധ വേണം. എന്തായാലും ആക്ടിവിറ്റീസ് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കണം. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് മാറരുത്. പക്ഷേ നമുക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, സംശയം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോയി. സംശയം എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മുടെ ലൈഫിൻ്റെ ഡിസാസ്റ്റർ.
സംശയം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അനുഭവത്തിലല്ല. കാരണം ഇത്ര കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് സൃഷ്ടിച്ച് പെർഫെക്റ്റായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ നമുക്ക് സംശയിക്കാൻ എന്താ ഉള്ളത്? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയം നമ്മളെ തന്നെ നമ്മൾ സംശയിക്കുന്നതാണ്. നമ്മളെ സംശയിക്കുന്ന മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലുള്ള അധപ്പതനം. നമ്മളെ സംശയിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. സംശയിക്കാതിരുന്ന് നോക്കിക്കേ. ഇഫ് യു ഡൗട്ട് അവർ സെൽഫ്, ദെൻ ദാറ്റ് ഈസ് യുവർ മൈൻഡ്. The created and the creation are both happening perfectly, continuously, without any glitch, and you doubt it. It's only because you are not aware of that process. Look into yourself. Your heart is beating continuously, and it is giving you a sense of awareness, and you are not in tune with that. You are focusing on things around, and imagination is coming, and that is creating problems, only problems. Just disconnect with that and sense yourself. You may get disconnected with many unwanted attachments, but you will fear the unwanted attachments getting disconnected, because you are longing for that, you are possessed with that, and you are victim of your own mind's illusion. Not with the continuity of Not life. with the continuity of life. നമ്മൾ കണ്ട കാഴ്ചക്കും നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കും നമ്മളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ നമ്മളെ നഷ്ടപ്പെടുത്തുന്ന ഭാഗം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തം. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് നിരന്തരം മുടക്കിക്കൊണ്ടിരിക്കുക ഉറക്കത്തിലും. ഇതിൻ്റെ ആധിപനാരാണ്? എൻ്റെ ആധിപന അനുഭവം തന്നെയാണ്. ആരാണ് അതോറിറ്റി? Where there is experience, that is the authority. Where you can experience continuously, that is the authority. So you don't have to worry about the authority. Authority is within the experience itself. So still you have conflict, that means it is your illusion, it is your assumption, it is your ego working. You just sense it, you can focus, be with the expansion, contraction, and you can sense many things getting disconnected, but your ego will not let that happen. You will still force yourself to be with that attachment. That's the problem. Everyone is suffering. Because they're trying to make the continuity. Yeah, they're trying to make the continuity by possessing things around. Yeah. My this, my that, my relationship with this person, that person. But I have a relationship with everyone the same. I don't have an exclusive relationship with anyone. നമ്മളെല്ലാവരുമായിട്ട് ഒരുപോലെ തന്നെയാണ് ബന്ധമുണ്ട്. എല്ലാവരുമായിട്ടുള്ള ബന്ധം ഒരുപോലെയാണ്. ആ ഒരുപോലെയുള്ള ബന്ധത്തിനാണ് എല്ലാ ഭാഗത്തും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യത്തിന് എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് വയ്ക്കുന്നത്. ഭയങ്കര പവറാണ്. കാരണം ഇത് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മർദ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ലോകത്തിൻ്റെ എല്ലാ മർദ്ദത്തിൽ നിന്നും ഭേദിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. See, this is working continuously. This cannot be disturbed by anything around the world. That is the beauty of living. That's the beauty of living. It is working continuously. Nothing can disturb it. No pressure can influence this process of living. അത്രയും മനോഹരമാണ്. കാരണം അത്രയും സ്ട്രോങ് ആണ്. And that much balanced. അതെ, that much balanced is this process of living. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷതയ്ക്ക് സ്ഥാനം കൊടുത്താൽ അത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കാണിച്ചു തരും. വേണ്ടതേ കാണിച്ചു തരുത്തുള്ളൂ. As you look into yourself, when you can sense the happening continuously, once you can feel that happening continuously, then
That happening itself is made by the totality. That cannot be disrupted by anything or anyone. That cannot be disrupted by anyone or anything. That is the power of being. It is not to gain anything, because itself is content, itself is complete. So it never seeks anything. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യം. ജീവിതം പരിപൂർണമാണ്. ജീവിക്കുന്ന അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുത്താൽ അവിടെ സംഭവിക്കേണ്ട കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് സംഭവിക്കുന്നു. As you start living, as you focus into the process of living, your social commitments, your personal commitments, and this, that, and many things you will have to dissolve. Oh, I take a decision, I want this, that, many things definitely has got to dissolve. ഞാനായിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. I have to discard all the decisions that I have taken and be in the sleep mode, where you can sense the reality continuously. Be in the sleep mode and sense how life is happening. When you wake up, also maintain the sleep mode. Yes, when you wake up, yes. Simple. There's nothing that we have made, nothing that we or I have made. So this is my decision, gone, you are done. You are facing problems. Oh, I want it like this. I want it like that. I am forcing something for my own benefit. You force and universe will force you out of the space. If you force anything into yourself, you beware that universe will force you out of the space. You force anything to yourself, you will be definitely forced out of this environment eventually. There's no doubt about it. But if you start sensing the reality of creation, slowly but steadily, one can be in that oneness continuously. This is the only requirement, and this is very simple. Be sincere, be honest. Be honest. This is where I can sense myself continuously. That is honesty. How do you know that this is the truth? Well, I can sense myself continuously. And that is the only truth one can depend upon. Yeah, this is how it is happening. What else? This is not a story told by anyone. This is something I can sense so that I can be sensible. Nothing else. നമ്മളെ തന്നെ അനുഭവിക്കുന്നു, തുടർന്ന് അനുഭവിക്കുന്നു, അത് സത്യം. അനുഭവത്തിൽ നിൽക്കുന്നു, അത് സത്യം. എൻ്റെ സത്യം, എൻ്റെ ജീവിതം. എൻ്റെ സത്യം, എൻ്റെ ജീവിതം. അതിനെവിടെയാണ് സംശയം, ആശങ്ക? സംശയം, ആശങ്കയൊന്നുമില്ല. ഒരു ഭാഗത്തും സംശയമോ ആശങ്കയൊന്നുമില്ല. അതിലിരിക്കാത്തപ്പോണ്ടായ സംശയങ്ങളും ആശങ്കകളും മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. മനസ്സിൻ്റെ എല്ലാ ദുർബലതയും നമ്മളുടെ ഉള്ളിൽ, മനസ്സിൻ്റെ എല്ലാ ദുർബലതയും നമ്മളായിട്ടുണ്ടാക്കിക്കൊണ്ടുവന്ന വൃത്തിയിടാം. എന്നിട്ട് അത് വെച്ചുകൊണ്ട് നമ്മളെവിടെയൊക്കെ നടന്നാലും നമുക്കെന്നും പ്രശ്നങ്ങളാണ്. അതെടുത്ത് കളയാൻ നമ്മൾ സത്യസന്ധത നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം, അതൊന്ന് ശ്രദ്ധിച്ചാൽ. ശ്രദ്ധിക്കാൻ നേരമില്ലെങ്കിൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല, ചത്തുപോവുകയും നിർത്തിയുള്ളൂ. ശ്രദ്ധിച്ചാൽ ആഹാ എന്തോ ഇല്ലട മോനെ എന്തോ ഓ നീ ഉണ്ടല്ല, അതുകൊണ്ട് ഓക്കെ. ഓക്കെ ഇല്ല
ഓക്കെ, എല്ലാവരും ജീവിക്കുന്നു. എന്താണ് ബെനിഫിറ്റ്? എന്താണ്? ഒരു ബെനിഫിറ്റും ഇല്ല. എവരിവൺ ഈസ് ലിവിങ് ഫോർ വാട്ട്? ഫോർ നത്തിങ്. വി ആർ ലിവിങ് ബിക്കോസ് ദിസ് ഈസ് ദ യൂണിവേഴ്സ്. യു ആർ ലിവിങ് ഫോർ നത്തിങ്. That's it. We are just living. Are we going to do anything? No. We are only living. Is there any demand? No. Do we have to accomplish anything? No. Nothing to accomplish. Just to remain stable. Just to remain stable. Continue with that stability. So listen very much in that silence. നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ മനസ്സെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേൾവിയല്ല. കേൾക്കുക എന്ന് പറയുന്നത് നിശബ്ദതയിലോട്ട് എത്തണം. നമ്മൾ നിശബ്ദതയിലോട്ട് വന്ന് തിരിച്ചൊന്നും പ്രതികരിക്കാനില്ല. അപ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ആവുന്നത്, നമ്മളിലെ റിയാലിറ്റി ആക്റ്റീവ് ആവുന്നത്. അയാളൊരു കാര്യം പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ ഭാഗത്തോട്ട് ആണ് നമ്മൾ പോകുന്നത്. നമ്മളിൽ ഒന്നുമില്ല, നമ്മൾ വേസ്റ്റാണ്. നമ്മൾ വെറും വേസ്റ്റായി. അയാൾ അങ്ങനെ ചെയ്തെങ്കിൽ ഞാനിങ്ങനെ ചെയ്യും, അയാൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനിങ്ങനെ പറയും. അപ്പോൾ നമ്മൾ അയാളുടെ പ്രവൃത്തിയെ നമ്മൾ ഏറ്റെടുത്ത് വയ്ക്കേണ്ടി വന്നു. അപ്പം നമ്മുടെ പ്രവർത്തനത്തിൽ നമുക്ക് അടിസ്ഥാനമില്ല, നമ്മുടെ ലൈഫായിട്ട് നമുക്ക് ബന്ധമില്ല. നമ്മുടെ ലൈഫായിട്ട് നമുക്ക് ബന്ധം വരുമ്പോൾ അവരുടെ ലൈഫ് അവരിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് കാണാം. അപ്പോഴാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ആരുടെയും നേരെ അനാവശ്യമായിട്ട് കയറുകയില്ല. നമ്മളുടേതായിട്ടുള്ള പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങും. When you are listening, you listen until the noise has been broken down. Listen. That person is saying this, that person is talking like that person is trying to control me. How can anyone control you? If you are controlled by someone, it's because you are weak. You are already controlling many people. You are controlling many people. That's the reason that you think someone is trying to control you. Then you resist. Then you have multiple problems. You are already controlling many people. You are controlling. That's the reason that you feel that you are being controlled by other people. That's the only reason that you think others are controlling you. To know what is controlling oneself, you don't control anyone. You don't control anyone or anything. Just to say, listen. കേൾക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക. അത് ശാന്തമായി കേൾവിയിൽ പ്രതികരണം ഇല്ലാതാകുന്ന ഭാഗം എവിടം വരെ കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്നതിനെ ദഹിപ്പിച്ച് ആകാശമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി നമ്മൾ ലൈവാകും. നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്രവർത്തനത്തെ വിധിക്കാതെ, അതുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആകാതെ, ആക്ടിവിറ്റീസ് അങ്ങനെ നടക്കുന്ന ഭാഗം അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം. ഹലോ, എന്തോ? ആ, പറഞ്ഞോളൂ. എങ്ങനെ? കാന്തികമായിട്ടുള്ള ആകർഷണം അതെന്താ? അതെന്ത് സാധനം? അതൊന്നും വിശദീകരിക്കാമോ? എന്നാൽ പിന്നെ ഒന്നും പറയാനുമില്ല. ഒന്നും പറയാനുമില്ല. അപ്പം നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ തുടരുന്നു. ആ അനുഭവത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ അനുഭവം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നിലനിൽക്കുന്ന അവസ്ഥയുടെ സാന്നിധ്യമാണ്. നിരന്തരമായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ, ആ നിരന്തരമായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ പ്രവർത്തിക്കുമ്പോൾ
നമുക്കവിടെ ആഹാ. കാരണം അതിനകത്ത് വേറെ ഒന്നും വരാനില്ല. അതിനകത്ത് നിൽക്കുമ്പോൾ അവിടെ നമ്മളുടെ റിയാലിറ്റിയിലാണ്, നമ്മുടെ ആ ഒരു പൊസിഷനിലാണ്. When you are within that sensible experience, nothing can come and pull you away from that. But you are experiencing what you are supposed to experience. That gives you freedom. That gives us freedom. The real freedom is experiencing what you can, what you are supposed to. Not trying to associate with the unwanted, always with the wanted.